തിരുവനന്തപുരത്തെ മാനവീയം വീതി ഒന്ന് പോയി കാണണം രാത്രിയാവും. എറണാകുളത്തെ മറൈൻ ഡ്രൈവ് പോയി കാണണം രാവിലെ എത്തുമ്പോ. രാവിലെ കാണണം. രാവിലെ നടക്കാൻ പോകുന്ന സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടുക. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ വളരെ ഗൗരവത്തോടു കൂടി അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് ഈ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗമാണ്. മദ്യത്തിനേക്കാൾ അവൈലബിൾ ആണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രി പറഞ്ഞ മറുപടി കഞ്ചാവിന്റെ ഉപയോഗം കുറഞ്ഞെന്നാണ്. ശരിയാണ്. കഞ്ചാവ് മാറിയിട്ട് നേരെ മറ്റേതിലേക്കാണ്, MDMA പോയിരിക്കുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും തിരിച്ചു വരില്ല. മരണത്തിലേക്കുള്ള യാത്രയാണ്. കള്ളുകുടിക്കുന്ന പോലെ അല്ല, മദ്യപിക്കുന്നത് പോലെ മാത്രമല്ല. മദ്യപാനം, അമിതമായ മദ്യപാനമാണ് ഗുരുതരമായ രോഗങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നത്. ഡ്രഗ്സ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് തിരിച്ചും വരില്ല. വേറെ ഒരു ഓപ്ഷനും ഇല്ല. മരണത്തിലേക്കാണ് പോകുന്നത്. നേച്ചർ ഓഫ് വയലൻസ് മാറി, അക്രമത്തിന്റെ സ്വഭാവം മാറി. ക്രൂരമായ അക്രമമാണ് നടക്കുന്നത്. എന്റെ നിയോജക മണ്ഡലത്തിലാണ് ഒരുത്തൻ കയറി ഒരു വീട്ടിലെ 3 പേരെ കൊന്നത്. ഇന്നലെ സംഭവം ഇവിടെ പ്രസാദ് ഗുരുവിള ഇവിടെ പറഞ്ഞു. 5 പേരെയാണ് ഒരു പയ്യൻ കൊന്നത്. 21 വർഷമായി വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, ഇങ്ങോട്ട് വരാൻ വിസയുടെ പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത പിതാവ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു. അയാളെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. 2 മക്കളാണ്. ഒരു മകൻ വീട്ടിലെ തന്നെ 5 പേരെ കൊന്നതിലെ കൊലയാളിയായി. 2ാമത്തെ മകനെ ഈ മൂത്ത മകൻ കൊന്നു. അമ്മ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു. അനിയനും ഭാര്യയും അയാളുടെ അമ്മയും മരിച്ചു. മകനാണ് കൊന്നത്. എന്താണ് എന്റെ മകന് പറ്റിയത് എന്നാണ് എന്നോട് ചോദിക്കുന്നത്. എന്റെ മകന് എന്തു പറ്റി? അവൻ അങ്ങനെ നല്ല പയ്യനായിരുന്നു എന്നാണ് പറയുന്നത്. അയാളുടെ കരച്ചിൽ കേട്ടാൽ നമ്മുടെ ചങ്ക് പറഞ്ഞു പോകും. അയാൾക്ക് വരാൻ പറ്റാതെ വിഷമിക്കുകയാണ്. എന്നെ വിളിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. എനിക്ക് പരിചയമുള്ള ആളല്ല, ആരോ നമ്പർ കൊടുത്ത. ഉറങ്ങാൻ പറ്റിയില്ല രാത്രി. ഇയാളുടെ കരച്ചിൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഓരോ കുടുംബത്തിലും നടക്കുന്നതാണെന്ന്.